നന്മ തിന്മകളെക്കുറിച്ച് ഒരു തിരിച്ചറിവ്, ഒരു പാപബോധം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒരു ബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങൾ അവരേത് അന്തരീക്ഷത്തിലാണോ ഇരിക്കുന്നത് ആ അന്തരീക്ഷത്തിന് ഒത്തവണ്ണം മാറി വരുന്ന, അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്ത് തന്നെ സ്നാനം കൊടുക്കുന്ന രീതി ചെയ്തിട്ട് ഇവർ സ്നാനമെടുത്തു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു രീതി ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നല്ലവണ്ണം ഗ്രഹിച്ചിട്ടാണ് സ്നാനം എടുത്തതെങ്കിൽ അതിനുശേഷം കുറവുകൾ, കുറ്റങ്ങൾ വന്നുപോയി, ഞാൻ പിന്മാറ്റത്തിലേക്ക് പോയി, അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും വീണ്ടും സ്നാനം എടുക്കേണ്ടതില്ല. പകരം ആ കുറവുകൾ ഉണർന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ആ കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് വീണ്ടും ആ ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരവും കർത്താവ് വെച്ചിട്ടുണ്ട്. ശിശുസ്നാനം, കുഞ്ഞുങ്ങളെ സ്നാനം കഴിപ്പിക്കുന്ന രീതി പല സഭകളിലും കാണുന്നുണ്ട്. എന്നാൽ സ്നാനത്തിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻസ് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ വിശ്വാസം ഉണ്ടാകുവാനും സ്വയമേ സ്നാനത്തിനായി തീരുമാനമെടുക്കുവാനും ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് ഒരു ദൈവസഭയിൽ, ദൈവത്തിൻ്റെ അഭിഷിക്തരുടെ മുന്നിൽ, ദൈവസഭയുടെ മുന്നിൽ ഞാൻ ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ വചനപ്രകാരവും വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലും വളർത്തുമെന്ന് സമർപ്പിക്കുവാനോ പ്രതിഷ്ഠിക്കുവാനോ അവകാശമുണ്ട്. അതൊരു ദൈവസഭയുടെ മുന്നിൽ പ്രത്യേക രീതിയിൽ, അത് ഏത് രീതിയിലായാലും സമർപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ കർത്താവ് നിയോഗിച്ച സ്നാനമെന്ന വിശുദ്ധ സാക്രമെന്തുമായി അതിനെ താരതമ്യപ്പെടുത്തുവാൻ പാടില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്നാനം എന്ന് പറയുന്നത് സ്വയമേ വിശ്വസിക്കുവാനും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വന്നിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കുവാനും പ്രാപ്തിയുള്ള നിലയിലാണ് ആ സ്നാനം കൈക്കൊള്ളുവാനായി പോകേണ്ടത്. അത് സ്വയമേ ആവശ്യപ്പെടേണ്ടുന്നൊരു കാര്യമാണ്. സ്വയമേ ആവശ്യപ്പെടുമ്പോൾ നിശ്ചയമായും സ്നാനം കൊടുക്കുന്ന ആൾ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് വിശ്വാസമുണ്ടോ, സ്നാനത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടോ, ആ ആത്മീക ജീവിതത്തെക്കുറിച്ച്, കർത്താവ് പറഞ്ഞ ഉപദേശത്തെക്കുറിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്നാനം സ്വീകരിക്കേണ്ടത്. നന്മ തിന്മകളെക്കുറിച്ച് ഒരു തിരിച്ചറിവ്, ഒരു പാപബോധം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒരു ബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങൾ അവരേത് അന്തരീക്ഷത്തിലാണോ ഇരിക്കുന്നത് ആ അന്തരീക്ഷത്തിന് ഒത്തവണ്ണം മാറി വരുന്ന, അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്ത് തന്നെ സ്നാനം കൊടുക്കുന്ന രീതി ചെയ്തിട്ട് ഇവർ സ്നാനമെടുത്തു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു രീതി ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഓരോ വിശ്വാസികളോട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: സ്വയമേ നിങ്ങൾ തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് തന്നെ സ്നാനം വേണമെന്നൊരു ആഗ്രഹവും ബോധ്യവും വന്നിട്ട് നിങ്ങൾ തന്നെ സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോയി സ്നാനം ആവശ്യപ്പെടേണ്ടതുണ്ട്. എനിക്ക് സ്നാനം വേണം, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ പാപ ജീവിതത്തെ ഉണരുന്നു, അല്ലെങ്കിൽ പാപത്തെ കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം എനിക്കുണ്ട്, ഞാൻ ലോകത്തിന് മരിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്, കർത്താവിൻ്റെ കൽപ്പന എനിക്ക് അനുസരിക്കേണ്ടതായിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആ കൽപ്പനകൾ ഏറ്റെടുത്തതിൻ്റെ ജീവിതയാത്രയിൽ എനിക്കൊരു പുതിയ ആരംഭം കുറിക്കേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ അഭിഷിക്തരുടെ മുന്നിലേക്ക്, സഭയുടെ മുന്നിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇതൊരു വ്യക്തി സ്വയമേ ചെയ്യേണ്ടതായിട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞ് ഓർമ്മയില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഓർമ്മ വന്നതിന് ശേഷമായാലും മാതാപിതാക്കൾ ചെയ്യുന്ന ആ സാക്രമെന്റുകൾ ഒരിക്കലും സ്നാനത്തോട് തുല്യപ്പെടുത്തുവാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങൾ ഏതു വിധേനയുള്ള സ്നാനം എടുത്താലും സ്വയമേ നിങ്ങൾ സമർപ്പിക്കാതെ, ആ ഒരു പാപബോധം വരാതെയാണ് സ്നാനത്തിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വീണ്ടും സ്വയമേ സമർപ്പിച്ചുകൊണ്ടൊരു സ്നാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ മുതിർന്നതിന് ശേഷമായാലും സ്നാനത്തിൻ്റെ പ്രാധാന്യം ഗ്രഹിക്കാതെ നിങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ട് ഞാനും ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്താൽ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പുറമേയുള്ള ഒരു ആകർഷണത്തിൽപ്പെട്ട് ഞാനും ചെയ്യുന്നു എന്ന രീതിയിൽ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്നാനം വീണ്ടും എടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം ഉണ്ട്. അതിലൊരു കറക്ഷൻ വേണം. പൂർണ്ണമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് കർത്താവിനായി ജീവിതത്തെ സമർപ്പിച്ച് അങ്ങനെ ഒരു വിശുദ്ധ സമർപ്പണം സ്വയമേ ഉണ്ടാകുന്ന നിലയിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഗ്രഹിച്ചിട്ടാണ് സ്നാനം എടുത്തതെങ്കിൽ അതിനുശേഷം കുറവുകൾ, കുറ്റങ്ങൾ വന്നുപോയി, ഞാൻ പിന്മാറ്റത്തിലേക്ക് പോയി, അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും വീണ്ടും സ്നാനം എടുക്കേണ്ടതില്ല. പകരം ആ കുറവുകൾ ഉണർന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ആ കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് വീണ്ടും ആ ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരവും കർത്താവ് വെച്ചിട്ടുണ്ട്. കൃപയിൽ നിന്ന് വീണുപോയെങ്കിൽ കൃപയിലേക്ക്
മടങ്ങി വരുവാനുള്ള അവസരം വെച്ചിട്ടുണ്ട്. നിൽക്കുന്നവൻ വീഴാതെ വണ്ണം തങ്ങളെ തന്നെ കാത്തുകൊള്ളട്ടെ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുവൻ വീണുപോയെങ്കിൽ മറ്റുള്ളവർ, കൂട്ടായ്മയുള്ള മറ്റുള്ളവർ സൗമ്യതയുടെ ആത്മാവിനാൽ അവനെ കരകയറ്റേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. അതുകൊണ്ട് ശിശു സ്നാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിശ്ചയമായും അതൊരു പാരൻസിൻ്റെ ഡെഡിക്കേഷൻ എന്ന നിലയിലേക്ക് കുഞ്ഞിനെ ഞാൻ ആത്മീയ അന്തരീക്ഷത്തിൽ വളർത്താം എന്നുള്ളതിനപ്പുറം അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്നാനവുമായി ബന്ധമില്ലാത്തതാണ്. അങ്ങനെ ഒരു സ്നാനം സ്വീകരിച്ചിട്ട് ഞാൻ സ്നാനപ്പെട്ടു എന്നൊരാശ്വാസത്തിലിരിക്കുന്നവർ, നിങ്ങൾ വീണ്ടും സുബോധത്തോടുകൂടെ അത് ഗ്രഹിച്ചുകൊണ്ട് സ്നാനമെടുക്കുവാൻ തയ്യാറാവുക. അപ്പോൾ ഞാൻ തന്നെ എന്നെ സമർപ്പിക്കുന്ന ഒരു ഉറപ്പ്, ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്ത് എന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കൺഫർമേഷൻ, അത് എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിക്കൊണ്ടാണ് സ്നാനമെടുക്കേണ്ടത്. അതുകൊണ്ട് ശിശു സ്നാനം അത് സ്നാനമായിട്ട് വചനത്തിൻ്റെ മുന്നിൽ കണക്കാക്കുവാൻ സാധിക്കുകയില്ല. സ്വയമേ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് അത് സ്നാനമാകുന്നത്. നമ്മുടെ രക്ഷയും നമ്മുടെ വിളിയും നമ്മുടെ സമർപ്പണവും നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ തീരുമാനവും നമുക്ക് സ്വയമേ കൺഫേം ചെയ്തുകൊണ്ട്, ഉറപ്പുവരുത്തിക്കൊണ്ട്, വ്യക്തത വരുത്തിക്കൊണ്ട് ഇവിടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. അതിനായി കർത്താവ് നാം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഇനി കുഞ്ഞുനാളിൽ അവർ സ്നാനം സ്വീകരിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ സ്വർഗരാജ്യത്തിൽ പോകില്ല എന്നൊരാശങ്കയിൽ ദൈവമക്കളാരും ഇരിക്കേണ്ടതില്ല. കാരണം ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ മതിയാകും. ദൈവരാജ്യത്തിൻ്റെ ഒരു അവകാശികളായി തന്നെയാണ് അവർ വളരുന്നത്. എന്നാൽ ഈ ലോക ജീവിതത്തിൽ അവർ അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം വന്നതിന് ശേഷം അവർ ലോകത്തിലേക്ക് പോകാതെ വേണം ദൈവരാജ്യത്തെ അവർ സ്വയമേ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു പ്രായപരിധിയിലെത്തുമ്പോഴാണ് സ്വയമേ ഒരു വ്യക്തി സ്നാനം സ്വീകരിക്കേണ്ടത്. അതിനായി എല്ലാ ദൈവമക്കൾക്കും അതിൻ്റേതായ ഒരു ബോധ്യം, അതിൻ്റെ ഒരു ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തുടർന്നും സ്നാനത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിലും നിങ്ങൾക്കായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു.